അവരുടെ കുടുംബത്തിന് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നവരാണ്. ദൈവം ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പദവി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അത് അമ്മ എന്ന പദവിയാണ്. അതിനപ്പുറത്തൊരു പദവി ഈ ലോകത്തിലില്ല. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട അമ്മയുടെ വേർപാടിൽ വേണ്ടി നമുക്ക് കൊച്ചുമുഖത്തും ദൈവം ആശ്വാസം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഞാനിവിടെ സംസാരിക്കുന്നത് പ്രിയപ്പെട്ട മേരിക്കുഞ്ഞ്, പ്രിയപ്പെട്ട ചാക്കോച്ചൻ, ഇവരൊക്കെ ഞങ്ങളുടെ ഇടവകയുടെ മാത്രമല്ല പ്രദേശത്തിലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥതയോടെ സഹകരിക്കുന്ന സഹോദരനും സഹോദരിയുമാണ്. അവരുടെ അമ്മയുടെ വേർപാട് ഞങ്ങളെ ദുഃഖിപ്പിക്കുന്നു. മാത്രമല്ല ഈ പ്രിയപ്പെട്ട അമ്മയും എൻ്റെ അമ്മയുമായിട്ട് ബന്ധവുമുണ്ട്. ആ നിലയിലും ഈ മരണം എന്നെ പ്രത്യേകമായി ദുഃഖിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നിരാശപ്പെടാൻ അവകാശമില്ല, വലിയ ദുഃഖത്തിനും കാര്യമില്ല. കാരണം നമ്മുടെ കർത്താവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും വേണ്ടി അവിടെ സ്ഥലം ഒരുക്കുന്നു എന്ന്. തീർച്ചയായും ഈ അമ്മയ്ക്കും സ്വർഗത്തിൽ ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. നശ്വരമായ ഈ ലോകത്തിൽ നിന്ന്, വേദനയുടെയും ദുഃഖത്തിന്റെയും കഷ്ടതയുടെയും ഈ ലോകത്തിൽ നിന്ന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദൈവ സാന്നിധ്യത്തിന്റെയും ആ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്ന അമ്മ ഭാഗ്യവതിയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, മാർഗങ്ങളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നതുപോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചെയ്യുവാൻ കാക്ഷിക്കുന്നു. മരണപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണം ഏറ്റവും ആനന്ദകരമായ സൗഭാഗ്യകരമായ അനുഭവമാണ്. പ്രിയപ്പെട്ടവർക്ക് ദുഃഖം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ അമ്മ നമ്മൾ ആവശ്യപ്പെടുന്നത്, എനിക്ക് വേണ്ടി ഞാൻ ഒരു മനുഷ്യ സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ജീവിതകാലത്ത് വന്നു പോയിട്ടുള്ള തെറ്റുകൾ ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പുഴുവും തുരുമ്പും എടുക്കാത്തതും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാത്തതുമായ നിക്ഷേപം സ്വർഗത്തിൽ നിക്ഷേപിക്കുകയും എന്നാണ്. ഈ ഭൂമിയിൽ നിക്ഷേപിക്കുന്നതെല്ലാം ഇവിടെ ഇട്ടിട്ട് സ്വർഗത്തിലെ നിക്ഷേപത്തിന്റെ അവകാശിയായി നിത്യാനുഭവത്തിന് ആ നിക്ഷേപം പ്രയോജനപ്പെടും എന്നുള്ള പ്രതീക്ഷയോടെ അമ്മ കടന്നു പോകുന്നു. എന്താണ് ആ നിക്ഷേപമെന്നും അന്തിമവിധിയെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വിശക്കുന്നവന് ഭക്ഷണവും, ദാഹിക്കുന്നവന് ദാഹജലവും, നാഥന് വസ്ത്രവും, രോഗിക്ക് ശുശ്രൂഷയും, ബന്ധനസ്ഥന് വിടുതലും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ദൈവസന്നിധിയിലെ നിക്ഷേപമായിട്ട് കരുതപ്പെടുന്നത്. എനിക്കറിയുന്ന പ്രിയമുള്ളവരെ, ഇവിടുത്തെ എല്ലാ സമ്പാദ്യങ്ങളും, ഇവിടെ നമ്മുടെ നിന്ന് കരുതുന്ന എല്ലാ ബാധ്യതകളാണ്. ഇതൊക്കെ താൽക്കാലികവും നശ്വരവുമാണ്. നമ്മുടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ആ നിക്ഷേപത്തിന് അവകാശികളായാൽ നമുക്കും ശ്രമിക്കാം. നാളെ അവസരത്തിൽ ഇതുപോലെ ശോമനത്തിൽ നമ്മളും കിടക്കാനുള്ളവരാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് സാക്ഷ്യം പറയാൻ കഴിയണമെങ്കിൽ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കണം. അതിന് നമ്മൾക്ക് ദൈവം അനുഗ്രഹം ചെയ്യട്ടെ. ഈ പ്രിയപ്പെട്ട അമ്മയുടെ വേർപാടിൽ വേദനിപ്പിക്കുന്ന എല്ലാവരോടും എൻ്റെ വ്യക്തിപരമായ അനുശോചനവും പാപ്പാടി സെന്റ് ജോൺസ് കത്തീഡ്രലിന്റെ അനുശോചനവും അറിയിക്കുന്നു. ഈ ആത്മാവ് നിത്യശാന്തി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവേ, നിന്റെ ശരീരങ്ങൾ കൈകൊണ്ട്
പരിശുദ്ധൻ 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 ഉയരങ്ങളെ സ്തുതി. ഈ ലോകത്തു നിന്ന് യാത്രയായി ഭാഗ്യകരമായ മണവരെയും ആനന്ദകരമായി വരുന്നു. സന്തോഷപ്രദമായ വാസസ്ഥാനവും നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടുകൂടി അങ്ങ് എഴുന്നള്ളുകയും നീതിയോടെ പൊതുലത്തെ ന്യായീകരിക്കുകയും ഓരോരുത്തർക്കും അവരുടെ അർഹതയനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യുന്ന സമയത്ത് അങ്ങയുടെ വലത്ത് ഭാഗത്തെ കുഞ്ഞാടുകളോടുകൂടെ ചേരുവാനും അവരോടൊന്നിച്ച് അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും പാടുവാനും അവിടുത്തെ ദാസിക്കിടയാക്കണമേ. പ്രതിനിലയം ദൈവം ഭൂകി പ്രതിയവനെ നിഗരിച്ചില്ല അവനെ ഉൾക്കൊണ്ടവരെ ജീവൻ പൂണ്ടാനന്ദി സമകാ അനുഗ്രഹങ്ങളും അനുഗ്രഹവും യാചിക്കണം. സ്തോത്രവും പ്രാപുകയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യവും ആഗ്രഹിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായിത്തീരണമേ. ഭാവിപ്പോയവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാർക്ക് ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസിയുടെ ഭരണാനന്തര ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾ ആയുസ്സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. തന്റെ പിതാവിനും മഹത്വത്തിൽ ശുദ്ധമാലാകുമാരോട് വരുവാനിരിക്കുന്നതിനുമായ സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ടാ നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോപന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയ മേഘങ്ങളിൽ അങ്ങേ ആഘോഷിക്കുന്നു. അങ്ങയുടെ ഉഗ്രമായ ശബ്ദത്തിങ്കൽ അങ്ങ് അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ച് ചേർന്നുപോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും പിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ളവനെന്നാൽ അങ്ങ് വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു.
നല്ലതാകട്ടെ തീയതാകട്ടെ അവനാൽ പ്രവർത്തിക്കപ്പെട്ടിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ അവിടുത്തെ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും മഹാകാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് അങ്ങനെയുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിയെ അവിടുത്തെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്ന അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായുള്ളതായ വചനം ഞങ്ങളിലും അവിടുത്തെ ദാസിയിലും നിറവേറ്റണമേ. ഞങ്ങൾ വാങ്ങിപ്പോയാലും അങ്ങയുടെ വലതു ഭാഗത്ത് നിന്നുകൊണ്ട് അങ്ങയുടെ കരുണയെ കാണുകയും അങ്ങേക്ക് പരിശുദ്ധ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും പാടുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ലിഖിതം പോലവസാനത്തിനെ വാരും വാരും മായുമ്പോൾ താരം സകലം വീഴുമ്പോൾ യോനികരം നീങ്ങുമ്പോൾ നാഥ സ്വാധികളോ തന്നെ കാത്തിടണം. വാഴ്ത്തും ഞാൻ നിന്നെ പാർക്കുമോർ ശുഭഹോലപുരപുരുവൽ റൂഹു കാദീശോത്മൃതലോ ഗത്തില്ലാസറിനും യായി റോസിൻ പുത്രിക്കും വിധവാനന്ദനും ജീവൻ ദാനം ചെയ്തൊരു ശബ്ദം താൻ നിന്റെ പുനരുത്ഥാനത്തിൽ മണ്ണിൽ നിന്നും ജീവിപ്പിക്കട്ടെ. ഉന്നതങ്ങളിൽ സ്വർഗീയർക്കും താഴെ ഭൂമിയർക്കും കബറുകളിൽ മൃതർക്കും തന്റെ സുഗന്ധവാസന അനുഭവമാക്കി തീർത്ത സുഗന്ധധൂപവും പരിമള വാസനയുമായ കർത്താവേ, അങ്ങയുടെ കൽപ്പനയാൽ യാത്രയാക്കപ്പെട്ടിരിക്കുന്ന ഈ ദാസിയുടെ ആത്മാവിനും അങ്ങനെ വിശ്വസിച്ചവരും അങ്ങയുടെ ശരണത്തിൽ നിദ്ര പ്രാപിച്ചവരുമായ സകല വാങ്ങിപ്പോയവർക്കും ഇപ്പോൾ ആശ്വാസം ഭവനവും പാപപരിഹാരത്തിന്റെ സന്തോഷവും നൽകണമേ. അങ്ങയുടെ ശ്രേഷ്ഠത ഉദിക്കുകയും അങ്ങയുടെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ അങ്ങയുടെ വലതുഭാഗത്തെ കുഞ്ഞാടുകളോടുകൂടെ അങ്ങേക്കും പരിശുദ്ധ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഇവകളെ യോഗ്യയാക്കി തീർക്കുകയും ചെയ്യണമേ. ആർദ്രതയാൽ നാഥാദേവ ദാസിക്കേ ഗണമേ പുണ്യം നിന്മഹിമോദനാഥന്നിൽ നിർത്തണമേ വലമായി ഇവളെ ധാർമ്മികന്മാരോ തന്മാർ നീ പാപിക്കണം. ദോഷത്തെ ഓർത്തിടാതെ വീഴ്ചകളെ മായിക്കണം. പ്രാർത്ഥനയിൽ കേളെ പുണ്യം ചെയ്തോരോടും നാക്കേണം. ആ നിലയിൽ സ്തോത്രം നാഥ പാടിയിടട്ടിവൾ നിൻകായി മൃതരും ജീവിക്കുന്നോരും വാഴ്ത്തിയിടും നിന്നെ എന്നും. ആർദ്രതയാൽ നാഥദേവ ദാസിക്കേ ഗണമേ പുണ്യം നിന്മഹിമോദനാഥന്നിൽ നിർത്തണമേ വലമായി. മക്കളെ അവൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. മനോരമ
നവതിയുടെ നിറവിൽ ദൈവവിളി കേട്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്ന പ്രിയപ്പെട്ട മാതാവിനെ ദൈവസന്നിധിയിലേക്ക് യാത്ര അയക്കുവാൻ ഞാൻ നിങ്ങളിവിടെ വന്നിരിക്കുന്നു. ഈ മാതാവ് പല വിധത്തിലും വലിയ ഭാഗ്യവതിയാണ്. ഈ 9 പതിറ്റാണ്ടുകാലം ഈ ലോകത്ത് ജീവിച്ചിരിക്കുവാനും ക്രൈസ്തവ സാക്ഷ്യത്തോടെ തന്നെ ഏൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും നിർവഹിക്കുവാനും ദൈവത്തെ അറിയുന്ന മക്കളെ ആക്കി തീർക്കുവാനും ഒക്കെ കഴിഞ്ഞത് വലിയ ഭാഗ്യാവസ്ഥയാണ്. പ്രത്യേകിച്ച് ഒരു മാതാവ്, ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഭാരതീയ പശ്ചാത്തലത്തിലും ക്രിസ്തീയമായും ഒക്കെ വെളിച്ചത്തിന്റെ പ്രതീകമാണ്, ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്, ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകമാണ്. ആ ഒരു വലിയ സാന്നിധ്യബോധം ഈ ഭവനത്തിൽ ഈ ഇത്രയും നാള് കഴിഞ്ഞുകൂടി ഇനിയും അല്പം കൂടി പ്രശോഭിക്കുന്ന, അല്പം കൂടി വിളങ്ങുന്ന ദിവ്യമായ ഒരു അനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യം. പാപമംഗലമായ ലോകത്തിലേക്ക് ഒരു വ്യക്തി ജനിക്കുമ്പോൾ നമുക്ക് വലിയ ആകാംക്ഷയാണ്, സന്തോഷമാണ്. എന്നാൽ പാപമംഗലമായ ലോകത്തു നിന്ന് നിത്യതയുടെ അനുഭവത്തിലേക്ക്, വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക്, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന അനുഭവത്തിലേക്ക് ഒരു വ്യക്തി പോകുമ്പോൾ നാം ദുഃഖിക്കുകയാണ്. എന്നാൽ തിരിച്ചാണ് ചെയ്യേണ്ടത്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ ദൈവമേ, ഈ പാപവും രോഗവും ദുഃഖവും വേദനയും ഒക്കെയുള്ള ലോകത്തിലേക്ക് ഒരു വ്യക്തി കൂടെ വന്നല്ലോ എന്നോർത്ത് ദുഃഖിക്കുവാനും, ഈ ലോകത്തിൽ നിന്ന് ദൈവനിയോഗപ്രകാരം മാറ്റപ്പെടുമ്പോൾ സന്തോഷിക്കുവാനും നമുക്കിടയാണ്. നേരെ തിരിച്ചാണ് നാം പലപ്പോഴും ചെയ്യുന്നത്. ക്രിസ്തീയമായ വലിയ പ്രത്യാശയുടെ അനുഭവം ഈ ദാസി നമുക്ക് അവശേഷിപ്പിക്കുന്നുണ്ട്. കർത്താവ് വരുമ്പോൾ ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്നും നമുക്ക് അപ്പോൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് മാതാവ് കടന്നുപോകുന്നത്. പ്രത്യേകിച്ച് മാതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചരിതാർത്ഥികരമായ അനുഭവം. തന്റെ മക്കളും മരുമക്കളും ഒക്കെ ദൈവത്തെ അറിയുന്നവരാണ്, ദൈവികമായ പ്രവർത്തകരാണ്, സഭയുടെ വക്താക്കളായി സമൂഹത്തിന്റെ ഉന്നമനത്തിനും മനുഷ്യന്റെ നന്മയ്ക്കുമായിട്ട് പ്രവർത്തിക്കുവാൻ, അവരെ ആക്കി തീർക്കുവാൻ അമ്മച്ചിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചാക്കോ സാറും കൊച്ചമ്മയും ഒക്കെ വളരെയധികം ദൈവികമായ നിലയിൽ, പ്രത്യേകിച്ച് കർത്താവ് പറയുന്നുണ്ട്, ഏറ്റവും ഉത്തമനായ ദാസൻ എല്ലാം ചെയ്തിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല എന്നുള്ള ഭാവത്തോടെ ജീവിക്കുന്നവനാണെന്ന്. പ്രത്യേകിച്ച് അവരുടെ രണ്ടുപേരുടെയും പ്രവർത്തനത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുമെന്നെങ്കിലും അതിന്റെ ക്രെഡിറ്റുകളൊന്നും എടുക്കാതെ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കുവാൻ, ഉത്തമ ക്രൈസ്തവ ദാസരായിട്ട് വർത്തിക്കുവാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് തന്നെ അമ്മച്ചിയുടെ ജീവിതത്തിന്റെ, പ്രാർത്ഥനാ ജീവിതത്തിന്റെ, ദൈവസംസർഗത്തിന്റെ വലിയൊരു പ്രതിഫലനമാണ് എന്ന സ്നേഹപൂർവ്വം ഞാൻ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഈ അമ്മച്ചി നമുക്ക് വലിയ സന്ദേശങ്ങൾ നൽകുന്നു. അതോടൊപ്പം
ദൈവത്തെ ഈ ലോകത്തെ പ്രതിഫലിപ്പിക്കുവാൻ, നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള ഈ തലമുറയുടെ അവസാനത്തെ കണ്ണികളാണ് ഓരോന്നോരോന്നായി ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നത്. അടുത്ത കണ്ണി പലപ്പോഴും ഈ കണ്ണിയോളം ശ്രേഷ്ഠതയുള്ള അല്ലാതായി പോകുന്നു. വീണ്ടും ഓരോ കണ്ണികള് പുതിയ തലമുറകൾ ഉണ്ടാകുമ്പോൾ ഈ തലമുറയോളം ശ്രേഷ്ഠത, ദൈവവിശ്വാസം, ദൈവികമായ ദൈവഭയത്തിന്റെ അനുഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് ഇവരുടെ സാന്നിധ്യം, ഇവരുടെ പ്രാർത്ഥന എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് അമ്മച്ചി ഒരിക്കലും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുകയല്ല, അമ്മച്ചി മരിച്ചുപോയി എന്നല്ല, അമ്മച്ചി സ്വർഗത്തിലാണെന്ന് പറയുവാൻ, കർത്താവിനോടുകൂടി ഇരിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായി മരണത്തിൽ പ്രത്യാശയുള്ളവരായി തീരുന്നു എന്ന സ്നേഹപൂർവ്വം ഞാൻ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ആരും ഈ ലോകത്തിൽ നിന്ന് മരിക്കുന്നില്ല, എല്ലാവരും സ്വർഗത്തിലേക്ക്. ഗലാത്യ ലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നത്, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന അനുഭവത്തിലേക്ക് ഞാൻ മാറ്റപ്പെടുന്നു മരണത്തോടെ എന്നാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടിയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും പറയുകയാണ്, ഞാൻ ഈ ലോകത്ത് ജീവിച്ചാലും മരിച്ച് ക്രിസ്തുവിനോടുകൂടി ആയിത്തീർന്നാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായി തീരുമെന്ന്. ഈ വലിയ പ്രത്യാശയാണ് ക്രിസ്ത്യാനികളുടെ പ്രത്യാശ എന്ന് ഓർമ്മിച്ചുകൊണ്ട് മറ്റ് വിശുദ്ധന്മാരോടൊത്ത് ദൈവികമായ സംസർഗത്തിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ള ഉത്തമ പ്രത്യാശയോടെ പ്രിയപ്പെട്ട മാതാവേ, സമാധാനത്തോടെ പോവുക. നമ്മുടെ കർത്താവ് രണ്ടാമത് വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് അവനെ സ്തുതിക്കാമെന്നുള്ള പ്രത്യാശയുടെ മാതാവിനെ യാത്ര ചെയ്യുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രാഘവസാറും കുടുംബവും ഈ ഭവനവും ഒക്കെയും പാമ്പാടി ദേറായോടും അനുബന്ധ സ്ഥാപനങ്ങളോടും വളരെയധികം സ്നേഹവും കരുതലുമുള്ളവരാണ്. പ്രത്യേകിച്ച് വിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ ചരമ കനക ജൂബിലിയോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ചാക്കോസാറിന്റെ ആത്മാർത്ഥമായ പ്രവർത്തനവും, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനവും, പ്രത്യേകിച്ച് ദേറായുടെ വിവിധ സ്ഥാപനങ്ങളുടെ അഭ്യുദയ കാംക്ഷികളിൽ ഏറ്റവും അനുഗ്രഹപ്രദമായ അനുഭവമുള്ള ഒരു വ്യക്തിയുമാണ്. ആ ഒരു നിലയിൽ ഈ മാറ്റപ്പെടൽ ദുഃഖം ജനിപ്പിക്കുന്നതാണെങ്കിലും പ്രത്യാശ നിർഭരമായ ഒരു അനുഭവത്തിലേക്ക് ഈ ഭവനത്തെ നയിക്കട്ടെ. പരിശുദ്ധനായ പാപ്പാടി തിരുമേനിയോടൊപ്പം ആ ഒരു അദൃശ്യമായ ഗണത്തിലേക്ക് അമ്മച്ചി മാറ്റപ്പെടുന്നു എന്നുള്ള പ്രത്യാശയോടെ അമ്മച്ചിയെ യാത്ര ചെയ്യിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേറായുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും പ്രത്യാശാപൂർവമായ പ്രാർത്ഥന ഭവനത്തിന് സമർപ്പിച്ചുകൊണ്ട് ആശ്വാസ തീരത്തേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ. ശൂന്യതയല്ല, പ്രത്യാശാപൂർവമായ അനുഭവം ഈ ഭവനത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാ പ്രാർത്ഥനകളും നേർന്നു വാക്കുകളിൽ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. ാതെ
വസിക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയില്ല. ഞാൻ മുതിരുകളിൽ നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഞാൻ അവരിലും വസിക്കും. എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. അവർ കേട്ട് തിരിച്ചെടുന്നു. അദ്ദേഹം ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങളെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ ഉണ്ടാവുന്നുവെങ്കിൽ കൽപ്പന ഈ മോട്ടർ
അതുപോലെ ആ ഫോട്ടോ സെഷനിലെ കുടുംബത്തിലെ വിവിധ ആളുകളുടെ വകുപ്പുകളാണ് ഈ ഫോട്ടോ സെഷനിൽ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകതയാണ് ഈ സ്ത്രീകൾ ഈ ഫോട്ടോ നടത്തുന്നത്. തിരുവാർത്ത വാഴപ്പറയിൽ വന്നിട്ടുള്ള പുരുഷന്മാരായ വെൽഫെയർ അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ വി ജെ ജോൺ വാഴത്തറ, അതുപോലെ എൻ്റെ കമ്മിറ്റി ശ്രീ വി ജെ ജേക്കബ് വാഴത്തറ, ഇവരുടെ അഭിവന്യ മാതാവ് ഇവരോട് മാസം രചിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അതിൽ ദുഃഖമുണ്ട്. ഈ ദുഃഖാവസരത്തിൽ ആ ദുഃഖത്തിൽ ഹൃദയപൂർവ്വം പങ്കുചേരുവാൻ ഈ അസോസിയേഷൻ വ്യവസായം നിയോഗിക്കുകയാണ്. ഞങ്ങൾക്കുള്ള അഗാധമായ ദുഃഖം അനുശോചന രേഖപ്പെടുത്തുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് അവസരത്തിലും വേർപാട് എന്നത് ദുഃഖകരമായ അനുഭവമാണ്. ജയിച്ചാൽ മരിക്കുക എന്നതൊരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക് ആണ് ആ പ്രിയപ്പെട്ട മാതാവ് ഈ അവസരത്തിൽ നേരിടുന്നത്. ഈ അവസരത്തിൽ പരേത ആത്മാവിന് നിത്യശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ അസോസിയേഷൻ്റെ അഗാധമായ അനുശോചനം ഏറ്റുവാങ്ങുന്നു. ജോയി ഓണമ്മ കുടുംബത്തിൽപ്പെട്ടവർ പുതുപ്പള്ളിയിൽ നിന്ന് വന്നിട്ടുള്ളവർ ഫോട്ടോയിൽ അമ്മയുടെ സുഹൃത്തുക്കളായ അയൽപ്പക്കത്തുള്ള ആളുകൾ കടന്നു വരിക. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പിൻസർ മാത്യു ആദരാഞ്ജലി ജില്ലാ കുടുംബയോഗത്തിന് വേണ്ടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സംബീഷ് പ്രസംസാൻ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്നതിനും ദൈവസന്നിധിയിൽ ഉത്തമമായ ഇടം ലഭിക്കുന്നതിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയ്ക്കുന്നതിനായ ദൈവം പരിശുദ്ധൻ 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 ഒരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളുടെ കരുണയണമേ. ഞങ്ങളുടെ കർത്താവേ ശുശ്രൂഷ നമസ്കാരം കൈക്കൊണ്ട് ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. പാലിക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷ കൊണ്ടാണമേ. ആമേൻ. മക്കളിലത്തൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. തുല്യം നരരുടെ നാളുകളോ ഹല്ലേലൂയ. പൂക്കുന്നിത വയലിൽ പൂച്ചെടി പോലെ പാറിക്കുമോ. ശുഭപോല പോല പ്രോവൽ റൂഹോ കാദീശോ. മനോലം മോദാമൻ വാലം മീനാമേ. ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസിയമേ ജീവാസുരമതുണർത്തണമേ. കവറിന്ധ്യാനാത്തേനായി നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നൽകുന്നതിയും എല്ലായ്പ്പോഴും സദാ നേരം ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. മരണമില്ലാത്തവനും അഴിവില്ലാത്തവനുമായ ദൈവവും മരണമുള്ളതും അഴിവുള്ളതുമായ ഞങ്ങളുടെ സ്വഭാവത്തിന്റെ നാഥനും സൃഷ്ടാവും ശരീരങ്ങളിലിരിക്കുന്നവരും ശരീരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവരുമായ സകലരുടെയും ദേഹികളും ആത്മാക്കളും തന്റെ കയ്യിലിരിക്കുന്നവരുമായി നീതിമാന്മാരുടെ ശരണവും പുണ്യവാന്മാരുടെ പ്രത്യാശയുമായുള്ളവരെ സകലരുടെയും സഹായത്തിനും രക്ഷയ്ക്കുമായി നീ മുൻപോട്ടി സൂക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള ആയുസ്സിലും അവിടെയുള്ള യാത്രയിലും എല്ലാവർക്കും ഉചിതമായിരിക്കുന്നവയെ നീ നൽകുന്നു. കർത്താവേ, നിന്റെ ദാസി മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടാതെയും ചെയ്തിട്ടുള്ള പാപങ്ങളെയും തിന്മകളെയും നീ പുണ്യമാക്കി നിന്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങളുടെ ബഹുത പ്രകാരം ക്ഷമിച്ചു മായ്ച്ചു വിളയണമേ. ഞങ്ങളെല്ലാവരും കോഴിയാകുന്നുവെന്നും പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സ്ത്രീയിൽ നിന്ന് ജനിച്ചിരിക്കുന്നവരിൽ നിന്റെ മുമ്പാകെ കുറ്റമില്ലാത്തവരില്ലെന്നും ഒരു നാഴിക പോലുമെങ്കിലും ഭൂമിയിൽ പാപം കൂടാതെ ജീവിപ്പാനും വസിപ്പാനും കഴിയുന്നതല്ലെന്നും അവിടുന്ന് ഓർത്തുകൊള്ളണമേ. എന്നാലോ കർത്താവേ, ഹൃദയപൂർവ്വം നിന്റെ അടുക്കൽ ഞങ്ങൾ സങ്കടത്തോടെ നിലവിളിക്കുന്നതിനാൽ കരുണയുള്ളവനെ പോലെയും എല്ലാവരോടും കരുണ ചെയ്യുന്നവനെ പോലെയും നിന്റെ കൃപയും മനുഷ്യ സ്നേഹവും ഇവരുടെ പക്കൽ നീ കാണിക്കണമേ. പ്രകാശത്തിന്റെ ഭാവനങ്ങളിലും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാർ യെരൂശലേം സഭയിൽ സ്വർഗീയ ആശ്വാസ സ്ഥലങ്ങളിലും ഇവിടെ നീ വസിപ്പിക്കണമേ. നിർവ്യാജമായ നിന്റെ വചനപ്രകാരം ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ ആകാശമേഘങ്ങളിൽ നീ എഴുന്നള്ളി വരികയും നിന്റെ വിശുദ്ധ മാലാഖമാർ മൂലം ആകാശത്തിന്റെ 4 കോണുകളിൽ നിന്ന് നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്ന നിന്റെ ശബ്ദത്താൽ കബറുകളിൽ ഇരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയെ അനുഗ്രഹങ്ങളുടെ സ്മരണയാൽ നീ ഓർത്തുകൊള്ളണമേ. അവളുടെയും ഞങ്ങളുടെയും ലജ്ജാകരമായ പ്രവൃത്തികളെയും ഞങ്ങളുടെ ധന്യമായ കാര്യങ്ങളുടെ നാണത്തെയും
നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ നിന്റെ കരുണ മൂടിക്കളയുമാറാകണമേ. കർത്താവേ, നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഞങ്ങളെ സൃഷ്ടിക്കുകയും നിന്റെ വിശുദ്ധ തൃക്കൈകളാണ് ഞങ്ങളെ മനഞ്ഞുണ്ടാക്കുകയും ഞങ്ങൾ നഷ്ടപ്പെടുന്നതിന് ശേഷം നിന്റെ വിശുദ്ധ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ തിരുശരീര രക്തങ്ങളെ ഞങ്ങളെ സമ്മതിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അനുസൃതമായി നീ ഞങ്ങളെ വിധിക്കുമെങ്കിൽ മനുഷ്യജാതം ചെയ്തിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ദുരിതമാകുന്നു. ആകയാൽ ഉത്തമനെ ദയതോ നീ ക്ഷമിക്കണമേ, കരുണയുള്ളവനെ മനസ്സലിയണമേ. നിന്റെ മുമ്പാകെ ഉണ്ടാകുന്ന സകല ലജ്ജയിൽ നിന്നും നാണത്തിൽ നിന്നും വരുവാനിരിക്കുന്ന നരകവേദനയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് ബന്ധുകൊള്ളണമേ. വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, ദുഃഖിതരെ ധൈര്യപ്പെടുത്തണമേ. കർത്താവേ, നീ സകലരോടും കരുണ ചെയ്യുന്നവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ ദൈവമാകുന്നു. നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും യോഗ്യമാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ശവസംസ്കാര ശുശ്രൂഷയുടെ ഭവനത്തിലെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഇരിക്കുന്നവർ എഴുന്നേറ്റ് കിഴക്കോട്ട് നിൽക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. സ്തുതികളാൽ ആകാശം ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്ന വല്ലവനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഞങ്ങൾ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാവും ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചിക്കപ്പെട്ടു. അനുഗ്രഹം ചെയ്യണം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നമ്മുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോഴേ ഞങ്ങളുടെ കാര്യോടെ ക്ഷമിച്ചതുപോലെ ഞങ്ങൾ പാവങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ രക്ഷിച്ചോളണം. രാജ്യശക്തിയും മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സമയത്തും അപേക്ഷിക്കണമേ. ആമേൻ. ആത്മാവിന് വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കഥാകാരായ മത്സരക്കാരുടെ വരവിൽ നിന്നും മനുഷ്യരായ അന്ധകാരസ്ഥനിൽ നിന്നും വിലാസിയെ വിട്ടുകൊള്ളണമേ. ഈ ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂടുതൽ ചെലുത്തുമാറാകണമേ. പിതാപുത്രനും പരിശുദ്ധവുമായുള്ളവയിൽ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഇവർ നിന്റെ പരിശുദ്ധാത്മാരുടെ കൂടെ വസിക്കുമാറാകണമേ. മണ്ണിൽ ചേരും കർത്തമഹത്വം വാഴട്ടെന്നോ. തൻ ക്രിയകളിലൂടെയോ തെളിയാട്ടെ ബാറയ്ക്കുമോ. മെലോലം മാതാമുൽ വോലം മുൽ മീനാമീ അവരിൽ എഴുന്നേൽപ്പിച്ചോരെ വാഴാൻ വന്നിടുവിൻ. മൃതിവാശത്തിൽ നിന്നും വിധവാസുരനെ വിടുവിച്ചോരെ നാമെല്ലായ്പ്പോഴും വിശ്രമമിനെ സ്തുതി ചെയ്താരാധിക്കണം. സൗമൻ God.
മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മഞ്ഞുപോകാത്തതായ നല്ല ഔന്നത്യവും സദാ എപ്പോഴും ഇടവിടാതെ കരേറ്റുമാടിയങ്ങൾ യോഗ്യതരായി ഭവിക്കണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന്റെ സ്തുതി. അവിടുത്തെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും ഞങ്ങളുടെ ആയുസ്സൻ ദിവസമൊക്കെയിലും സ്തുതിയും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ഉണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ ബൗദ്ധത്വം വിശുദ്ധ മാലാഖമാരുടെ കൂടെ വരുവാനിരിക്കുന്നവനുമായ വിശ്വാസംബരാനെ സംഖ്യാതീതമായ നിലകളും ഗണങ്ങളും 10,000 മുമ്പാകെ പരിഭ്രമിച്ച് ഉറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോമേന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയ മേഘം നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവ ശരീരങ്ങളും ഒരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെ സൃഷ്ടാനിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തികളുടെ വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായ സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന്റെ മുമ്പാകെ വന്ന് ഓടുകയും ചെയ്യുന്നു. ബലവാനും കാർണ്യവാനുമായ ദൈവം തമ്പുരാനെ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോട് പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിയെ നിന്റെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഇവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള ദൈവമായി ഉണ്ടറിലും ചെയ്തിട്ടുള്ള വചനം ഞങ്ങൾ നിന്റെ മകളിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയിട്ട് നിന്റെ വലതു ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനെ സ്തുതി സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. കനിയുക
വാസനന്ദി അതിനെ അണിയിച്ചിടണമേ സർവ ദേശസ്തോത്രം സ്തോത്രം ഈ സുഹൃത്തും കണക്കിന്റെ പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്നോട്ട് മാറിയിരിക്കുന്ന ഇയാൾ ദാസിക്കുകയും നിങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചികളുടെ കണ്ടുബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും മനുഷ്യരുമായ ശത്രുക്കളത്തിൽ നിന്നും ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് ഈ ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളും ജീവനുള്ള പട്ടണം ചെന്നിയേക്കുവാനും ഞങ്ങളുടെ സംഗതിയാക്കുകയും ചെയ്യണമേ. മോളന്മാരോഹാൻ സമാധാനം കൈകൊള്ളുക കന്മഷമയം മോചിക്കാം ഇവരെ വിധിക്കരുതേ അവരാധികളും നഗരത്തിനായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവറപ്പുകേണം അവരുടെ മേൽനില കധികാരവും അവകാശമതും ബലവാനം സൃഷ്ടാവരെ വിസ്തരണം ചെയ്യുന്നോനും സാക്ഷാലവകാശികളും സുതരും ദാസരും അവരല്ലോ നിൻ കൈകൾ നിന്നവരെ ദേവം മരണത്തെ ഞാൻ നിദ്രാവിജയുമിൽ ദൈവം നടത്തേണം വിരോധം ചെയ്യും ഞാൻ മാറക്കുമോ സ്വർഗമഹത്വം ചാർത്തേടും സോനോ ധൈര്യവൻ നൽകി നിന്നെ മഴത്തായി ചേർത്തേടും കന്യാ സ്ത്രീകളെ പ്രാപിക്കും സഹജേ പുനരോധാന വ്യാകുലലോകമതേ ചിന്താ വിഷയമതായി ആദിമകാലത്തെ സമോയും സൃഷ്ടിയോർത്തൊരു ഞാൻ ശാപത്താൽ മൃത്യുനിമിത്തം വേറിയും നാൾ വരെയോ നാളികളധികം നാൾ പോക്കി വേദനയോട് സുതരെ പ്രസവിച്ചിടുന്നു. ജീവൻ പോയി പിരിയോ മാതാവേ നോക്കിടുമാത്മജരിൽ നെടുവേ തായില്ല പറവ കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപത്താൽ രോദിച്ചിടുന്നു. കേൾക്കുന്നോരെല്ലാം വേരോടൊപ്പം കരയുദൂതൻ നിന്നെ കൊണ്ടിഹ പോയി മാരകബാണത്താൽ എന്നിൽ
അംഗങ്ങൾ പണിമൂന്നാലെന്നെ താഴിച്ച വീണ്ടും സ്വർഗരാജ്യം മണവാളന്റെയും മണവാട്ടിയുടെയും എതിരേൽപ്പിനായിട്ട് ദിവ്യേശ്വരടുത്തുനിന്ന് പുറപ്പെട്ട 10 കന്യാമാർക്ക് സദൃശമായിരിക്കും. അവരിൽ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനകളുമായിരുന്നു. ബുദ്ധിഹീനകൾ തങ്ങളുടെ ദിവ്യേഷ്ടകളെ എടുത്തു, എന്നാൽ കൂടെ എടുത്തില്ല. ആ ബുദ്ധിമതികളാകട്ടെ തങ്ങളുടെ ദിവ്യേഷ്ടകളുടെ പാത്രങ്ങളിൽ എണ്ണയും എടുത്തു. മണവാളൻ താമസിച്ചുകൊണ്ടവർ എല്ലാവരും വന്നിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്ക് ഇതാ മണവാളൻ വരുന്നു, അവരുടെ എതിരേൽപ്പിനായി പുറപ്പെടുവിനും ആർപ്പുണ്ടായി. അപ്പോൾ ആ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദിവ്യേഷ്ടകളെ തെളിയിച്ചു. ആ ബുദ്ധിഹീനകൾ ബുദ്ധിമതികളോട്, ഇതാ ഞങ്ങളുടെ ദിവ്യേഷ്ടകൾ കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികളാകട്ടെ മറുപടിയായിട്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരുടെ പോയി വാങ്ങിക്കൊള്ളുവേൻ എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവരുടെ വിരുദ്ധശാലയിൽ പ്രവേശിച്ചു, വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്കമാ മറ്റേ കന്യകരും കന്യമാരും വന്ന്, പ്രഭു പ്രഭു ഞങ്ങൾക്ക് വാതിൽ തുറന്നിടണമേ എന്ന് പറഞ്ഞു. ഉത്തരമായിട്ട് അവൻ അവരോട്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെയും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതിനാൽ നിങ്ങൾ ജാഗ്രതയായിരിപ്പീൻ എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ബാറകുമാർ സൈനോം പോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം
ബഹുമാനപ്പെട്ട വൈദ്യശാസ്ത്രരെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുന്നു. ഒരു മനുഷ്യന്റെ ജനനം, അവരുടെ ജീവിതം, മരണം, മരണാനന്തര അവസ്ഥയെക്കുറിച്ച് നമുക്ക് അല്പം ചിന്തിച്ചു നോക്കാം. ഒരമ്മയുടെ ഉദരത്തിൽ 9 മാസം ജനിച്ച് അവിടുത്തെ വളർച്ച പൂർത്തിയാക്കി ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ശിശുക്കൾ ജനിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ജനിക്കുകയാണ്. ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയായിട്ട് ജനിച്ചാൽ ആ കരച്ചിൽ ജീവിതത്തിൻ്റെ അവസാനം മരണം വരെ ദുഃഖവും പ്രയാസവും നിറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെത്ര സമ്പത്തുണ്ടായാലും സമ്പത്ത് കുറവാണെങ്കിലും ദൈവം സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന വരമാണ് കരയുക, നോമ്പെടുക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തോട് കൂടി തീർന്ന് ജീവിക്കുക, കുടുംബത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 70 80 സംവത്സരക്കാലം അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖമത്രയെന്ന് സംവത്സരക്കാലം പാടിയിരിക്കണം. ആ ദുഃഖവും പ്രയാസവും നിറഞ്ഞ മനുഷ്യ ജീവിതം യേശുക്രിസ്തുവിനെ ആശ്രയിച്ചവൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കുമ്പോൾ അതിനെല്ലാം നീക്കുപോക്ക് വരുത്തുവാണ്. ഈ നീക്കുപോക്ക് വരുത്തി 80 കഴിഞ്ഞ് 90 കഴിഞ്ഞ് 91 വയസ്സ് വരെ ഈ പ്രിയ Yeah.
ബാറക്കുമോർ വത്സല സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുകയും അന്യോന്യം ധൈര്യപ്പെടുത്തുകയും മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിക്കുകയും മൃതനിൽ നിന്ന് കരുണ പിൻവലിക്കരുത്. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള കൽപ്പനയനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ആ ദൈവികമായ തിരുവെഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവ് തന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടി നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശുമിശിഹാ നിങ്ങൾക്ക് ഉത്തരമരുളും. ഐശ്വര്യപൂർണമായ തന്റെ ശ്രീഭണ്ണാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ യാചനകൾക്ക് മറുപടി അയച്ചു തരികയും ചെയ്യും. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം വന്ന് അനുഭവിച്ചുകൊള്ളുവിൻ എന്നരുളി ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാക്കട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ പരേതരുടെയും തന്റെ ശരണത്തിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ മശിഹായുടെ ദാസിയുടെയും പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവുകളെ തന്റെ വലത്ത് ഭാഗത്ത് വിളിച്ചു നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഈ ദാസിയുടെ വാസവും ആനന്ദവുമായി തീരുമാറാകട്ടെ. ദൈവമാതാവായ മറിയാമിന്റെയും സകലപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തന്റെ ശരണത്തിന്മേൽ പ്രാപിച്ചിരിക്കുന്ന തന്റെ ദാസിയും ആരാധകയുമായ ഈ മകളെ കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്മേൽ ദൈവത്തിന്റെ കരുണ എന്നേക്കും രണ്ട് ലോകങ്ങളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സംസ്കാര ശുശ്രൂഷ ഇപ്പോൾ തന്നെ അവസാനിച്ചിരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കുമായിട്ട് പള്ളിയുടെ സമീപത്ത് ചെറിയ ഒരു സൽക്കാരം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അത് സ്വീകരിച്ചേ പോകാവൂ എന്നുള്ള ആ പരേതരക്ഷമാകലെ ആഗ്രഹത്തെ ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നു. ഏറ്റവും സൽക്കാര ശുശ്രൂഷയിൽ ഞങ്ങളോട് സംബന്ധിച്ച് നിങ്ങളുടെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ചയുമാറാകട്ടെ. നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും വാഴ്ചയും ഗ്രഹിക്കട്ടെ. പരേതരുടെ ആത്മാവിന് നല്ല ഓർമ്മയും പാർവയും